So hello everyone. So ഇന്നലെ നമ്മുടെ റെക്കോർഡിംഗിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓഡിയോ വൈസ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാത്ത. ബട്ട് സോ ഇന്നലെ പഠിപ്പിച്ച കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ്, ലീനിയർ ഡിപ്പെൻഡൻസ് of vectors, correspondingly linear independence of vectors. Span of a set of vectors in a basis of a vector space, dimension of a vector space. So ഈ ഐഡിയാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇത്ര ഐഡിയാസ് ആണ് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വി ഹാവ് സം വെക്ടേഴ്സ്, സേ v1, v2 and v3 in the vector space V. So and V is a vector space over R, real numbers. So v1, v2, v3 യുടെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോ v1, v2, v3 മൂന്ന് വെക്ടേഴ്സ് ആണ് ഇൻ ദ വെക്ടർ സ്പേസ് V. സോ എന്താ ഈ മൂന്ന് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് α1 v1 പ്ലസ് α2 v2 പ്ലസ് α3 v3. ഇതാണ് ഈ മൂന്ന് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ, വേർ α1, α2 and α3 are real numbers. Okay, so for example, നമുക്ക് 3, 4, 5 എന്നുള്ള വെക്ടർ നമുക്ക് 3, 4, 5 is a vector in R3. ഈ വെക്ടർ നമുക്ക് we can write this vector as a linear combination of 1, 0, 0, 0, 1, 0 and 0, 0, 1. അല്ലേ? സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കമ്പോണന്റ് വൈസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെക്ടർ ആണ് കിട്ടുന്നത്. സോ ഇതാണ് ഉദ്ദേശിക്കുന്നത് when we say that the vector 3, 4, 5 can be written as a linear combination of these three vectors. Okay, so നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Express the vector 3, 7, minus 4 as a linear combination of the vectors 1, 2, 3, 2, 3, 7, 3, 5, 6. സോ നമുക്ക് എന്താ ചെയ്യേണ്ട? ഈ വെക്ടറിനെ we need to express as a linear combination of these vectors. അതായത് നമ്മൾ ചെയ്യേണ്ടത് we need to write this vector 3, 7, minus 4 as a linear combination of 1, 2, 3, 2, 3, 7 plus α3 times 3, 5, 6. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ഈ റൈറ്റ് ഹാൻഡ് സൈഡ് α1 കോൺസ്റ്റന്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കമ്പോണന്റ് വൈസ് ആഡ് ചെയ്യുമ്പോൾ we will get 3 times 3, 7, minus 4 is equal to α1 plus 2 α2, or നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം എഴുതാം. സോ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ α1 plus α1, 2 α1, 3 α1 plus 2 α2 plus 3 α2 plus 7 α2 plus 3 α3, 5 α3, 6 α3 അല്ലേ? സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഈ കോൺസ്റ്റൻസിനെ ഈ വെക്ടേഴ്സിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോറി, പ്ലസ് അല്ല, ഇത് വെക്ടർ ആണ്. Okay, so in the component wise x components all add ചെയ്താൽ right hand side will become alpha 1 plus 2 alpha 2 plus 3 alpha 3
2 alpha 1 plus 3 alpha 2 plus 5 alpha 3, 3 alpha 1 plus 7 alpha 2 plus 6 alpha 3. Okay, so നമുക്ക് എന്ത് കിട്ടി? രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. That means അതിന്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആണ്. So we will get alpha 1 plus 2 alpha 2 plus 3 alpha 3 equal to 0. 2 alpha 1 plus 3 alpha 2 plus 5 alpha 3 equal to 0. 3 alpha 1 plus 7 alpha 2 plus 6 alpha 3 equal to 0. So we need to solve for alpha 1, alpha 2 and alpha 3. So alpha 1, alpha 2, alpha 3 real numbers ആയിട്ടുള്ള values കിട്ടും. അതായത് എനിക്കൊന്ന് alpha 1 കിട്ടുന്നത് അത് ഇന്നലെ സോൾവ് ചെയ്തിരുന്നു, അതിപ്പോ ഓർമ്മയില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. സോ ഈ മൂന്ന് ഇക്വേഷൻസ് ഉപയോഗിച്ച് alpha 1, alpha 2, alpha 3 യുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ. സേ alpha 1 1 1 0 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു കിട്ടിയിരുന്നത്. ഓക്കെ, സോ ഇതാണ് what we mean when we say that 3 7 minus 4 can be expressed as a linear combination of these three vectors. Okay. In a linear dependence of vectors. So again, we have a set of three vectors in a vector space V. We say that these three vectors are linearly dependent if there exists a linear combination of these three vectors equal to the zero vectors. അതായത് ഈ three vectors, we say that V1, V2, V3 are linearly dependent if there exists a non-trivial linear combination. LC എന്ന് വെച്ചാൽ linear combination ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. There exists a non-trivial linear combination of vectors V1, V2, V3 that equals the zero vector. The linear combination എന്ന് വെച്ചാൽ എന്താ? alpha 1 V1 plus alpha 2 V2 plus alpha 3 V3. So ഇത് ഈ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാവണം such that that linear combination equals to the zero vector. Okay, so ഇതാണ് ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ we say that the vectors are linearly dependent. So linearly dependent ഐഡിയ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? സോ നമുക്ക് ഇപ്പൊ ഇവിടെ V1 നമുക്ക് V1 equal to minus alpha 2 by alpha 1 V2 plus minus alpha 3 by alpha 1 V3 ആയിട്ട് എഴുതാം. That means V1 can be expressed in terms of V2 and V3. That means we can say that V1 is dependent on V2 and V3. So ഇതാണ് linear dependence എന്നുള്ള കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. Okay. Linear independence of vectors in the definition of naturally. We say that the vectors V1, V2, V3 are linearly independent if there exists no such non-trivial linear combination of vectors V1, V2 and V3 such that V3 that equals the zero vector. അതായത് ഇങ്ങനെ ഒരു non-trivial linear combination ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതായത് നമുക്ക് ഒരു വെക്ടറിനെ മറ്റു വെക്ടേഴ്സിന്റെ ടേംസിൽ നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റരുത്. Then we say that the three vectors are linearly independent. So ഇങ്ങനെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ if V1, V2, V3 are linearly independent and alpha V1, alpha 1 V1 plus alpha 2 V2 plus alpha 3 V3 equal to 0, then alpha 1 equal to 0 equal to alpha 2 equal to alpha 3. അതായത് ഇവിടെ ഒറ്റ കേസ് വരുള്ളൂ, എല്ലാ സ്കെയിലേഴ്സും 0 ആയിരിക്കണം, മറ്റൊരു കേസും അവിടെ ആപ്ലിക്കബിൾ അല്ല, പ്രൊവൈഡഡ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, സോ അതാണ് ആദ്യത്തെ മൂന്ന് ഡെഫിനിഷൻസ്. ഇനി സ്പാൻ ഓഫ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ്. സോ ഈ കേസിലും again we take three vectors V1, V2 and V3 are vectors in the vector space V, and V is a vector space over R. So അങ്ങനെയാണെങ്കിൽ സ്പാൻ ഓഫ് ഈ മൂന്ന് വെക്ടേഴ്സ് എന്താണ്? സ്പാൻ ഓഫ്, സോ ഈ വെക്ടേഴ്സ് നമുക്ക് B എന്നൊരു സെറ്റ് എടുക്കാം.
set of v1, v2, v3. ഇതാണ് P. So span of B എന്ന് വെച്ചാൽ span of these three vectors v1, v2, v3 എന്ന് പറയുന്നത് is the set of all possible linear combinations. Span of v1, v2, v3 എന്ന് പറയുന്നത് is the set of all possible linear combinations of the vectors v1, v2 and v3. അതായത് set of all possible linear combinations. v1, v2, v3 linear combinations എന്താണ്? alpha 1 v1 plus alpha 2 v2 plus alpha 3 v3, where alpha is belongs to R. Because V is a vector space over R. So ഇങ്ങനെയുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെയും സെറ്റ് ആണ് സ്പാൻ ഓഫ് P എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് V ഈക്വൽ ടു R3 ഓവർ R എടുക്കാം. ആൻഡ് B ഈക്വൽ ടു സെറ്റ് ഓഫ് 1 0 0. ഈ ഒരു ഒറ്റ വെക്ടറുള്ള ഒരു സ്പേസിന്റെ സ്പാൻ എന്താണ്? Span of B will be equal to set of all alpha times 1 0 0, where alpha belongs to R. അതായത് ആൽഫ 0 0 എന്നുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ ആയിരിക്കും ഈ വെക്ടർ സ്പാൻ ചെയ്ത് കിട്ടുന്ന സെറ്റ്. സോ ഈ 1 0 0 അല്ലെങ്കിൽ ആൽഫ 0 0 എന്ന് വെച്ചാൽ ഏത് ഓർ ഈ സെറ്റ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്ന? ഈ സെറ്റ് ഡിനോട്ട്സ് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈ കോർഡിനേറ്റ് ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ഈ വെക്ടർ സ്പാൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് എക്സ് ആക്സിസ് ആണ് ഇൻ 3D. ഓക്കെ ഓക്കെ സോ അതാണ് സ്പാൻ എന്നുള്ള ഐഡിയ. സോ ഇനി ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളോടെ പറയാം. ഇത് തന്നെയാണ് ബി ഈക്വൽ ടു, ഇനി നമുക്ക് B1 എന്ന് കൊടുക്കാം. B2 ഈക്വൽ ടു 1 0 0 0 1 0 ഇൻ R3 ഓവർ R. R3 ആണ് നമ്മുടെ വെക്ടർ സ്പേസ്. ഇത് സബ്സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ സ്പാൻ ഓഫ് B2 എന്ന് പറയുന്നത് XY പ്ലെയിൻ ആയിരിക്കും അല്ലേ? സോ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻസ് എന്താണ്? ആൽഫ ടൈംസ് 1 0 0 പ്ലസ് ബീറ്റ ടൈംസ് 0 1 0 ആണ്. അതായത് ആൽഫ ബീറ്റ 0 എന്നുള്ള പോയിന്റ്സ് ആണ്, മീൻസ് XY പ്ലെയിനിലുള്ള പോയിന്റ്സ് ആണ് B2 എന്നുള്ള സെറ്റ് സ്പാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ സോ ഇത് ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. Basis of a vector space. So the vector space in the basis. Suppose B equal to B എന്ന് പറയുന്നത് is a subset of the vector space V. അങ്ങനെയാണെങ്കിൽ then we say that B is a basis of V if രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. B ഈക്വൽ ടു സ്പാൻ ഓഫ് B ആയിരിക്കണം. രണ്ട് എലമെന്റ്സ് in B should be linearly independent. For example, നമുക്ക് വീണ്ടും R3 എന്ന് കൺസിഡർ ചെയ്യാം. Example, B equal to 0 1 0 0 0 1 0 0 0 1 is a subset of R3, and R3 we take as a real vector space. Okay,
സോ ഈ സെറ്റ് നമ്മുടെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? വി ഈക്വൽ ടു സ്പാൻ ബി എന്ന് വെച്ചാൽ എന്താ? വിയിലുള്ള എല്ലാ എലമെന്റ്സും, അതായത് R3 ഈക്വൽ ടു സ്പാൻ ബി ആവണം. ദാറ്റ് മീൻസ് R3 യിലുള്ള എല്ലാ എലമെന്റ്സും, സപ്പോസ് വി എന്നുള്ള വെക്ടർ ബിലോങ്സ് ടു R3 ആണെങ്കിൽ then വി കുഡ് ബി റിട്ടൺ ആസ്, ഇത് നമുക്ക് E1 E2 E3 എന്ന് കൊടുക്കാം. ആൽഫ E1 പ്ലസ് ആൽഫ 2 E2 പ്ലസ് ആൽഫ 3 E3 ആയിട്ട് എഴുതാൻ പറ്റുന്ന. എന്നാലാണ് വി സേ ദാറ്റ് R3 ഈക്വൽ ടു സ്പാൻ ബി. സോ ഇത് കറക്റ്റ് ആണോ? R3 സ്പാൻ ബി ആണോ? സോ R3 ഒരു എലമെന്റ്, R3 എന്ന് വെച്ചാൽ 3 കോർഡിനേറ്റ്സ് ഉള്ള 3 ഡയമെൻഷണൽ പോയിന്റ് ആണ്. സോ അതിനകത്ത് ഒരു എലമെന്റ് നമുക്ക് എക്സ് വൈ ഇസഡ് എന്ന് എടുക്കാം. എക്സ് വൈ സെഡ് നമുക്ക് എക്സ് ടൈംസ് 100 പ്ലസ് വൈ ടൈംസ് 010 പ്ലസ് ഇസഡ് ടൈംസ് 001 ആയിട്ട് എഴുതിക്കൂടെ? That means x times E1 plus y times E2 plus z times E3 ആയിട്ട് എഴുതാം. That means we can express any element of R3 as a linear combination of these three vectors. Okay, so R3 equal to span B ആണ്. അതായത് R3 യിലെ എല്ലാ എലമെന്റ്സിനെയും ഈ B യിലുള്ള എലമെന്റ്സിനെ സ്പാൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? V equal to span B. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തത് ശരിയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ ബിയിലുള്ള എലമെന്റ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ലീനിയർലി ഇൻഡിപെൻഡന്റ്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട്, ഓർ ഒരു ട്രിവിയൽ ഫാക്ട് ആണ്, സ്റ്റാൻഡേർഡ് ബേസ് ആണ് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത്. സോ ഈ രണ്ട് കണ്ടീഷനും ആ സെറ്റ് ബി എന്നുള്ള സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore ബി is the basis of R3. ഓക്കെ, ഇനി ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ്, അതാണ് നമ്മൾ ഇന്നലെ ഡീൽ ചെയ്ത അടുത്ത ഡെഫിനിഷൻ. ഇതിന്റെ ഇടയിൽ കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കോൺസെപ്റ്റ്സ് മാത്രം പറയുന്നേ ഉള്ളൂ. സോ ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ്, dimension of a vector space V or the set of scalars R. So dimension, ഈ set of scalars പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബട്ട് നമ്മൾ എപ്പോഴും ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ പറയുമ്പോൾ നമ്മളത് we are taking the dimension with respect to the set of scalars. Okay, അതായത് dimension V of R equal to number of elements in the basis of V. Basis of V യിലുള്ള number of elements ആണ് ഡയമെൻഷൻ നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ബേസിസിൽ 3 elements ഉണ്ട്. സോ ഡയമെൻഷൻ ഓഫ് R3 ഓവർ R എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ ബേസിൽ 3 elements ഉണ്ട്, അതാണ് ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇത്രയും ഡെഫിനിഷൻസ് ആണ് വേണ്ടത് നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ഓർ ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഡിമാൻഡ് ചെയ്യുന്ന കണ്ടന്റ് ഇത്രയാണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Question 1. Express the standard vectors. Express the standard basis vectors. Standard basis vector E1 equal to 1 0 and E2 equal to 0 1. A linear combination of vectors alpha 1 equal to 2 minus 1 and alpha 2 equal to 1 3. So നമുക്ക് എന്താ തന്നിരിക്കുന്നത്? E1 E2 എന്നുള്ള വെക്ടേഴ്സിന് ആൽഫ 1 ആൽഫ 2 ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനാണ് തന്നിരിക്കുന്നത്. സോ സൊല്യൂഷൻ, നമുക്ക് E1 ആദ്യം ആൽഫ 1 ആൽഫ 2 ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. സോ നമുക്ക് അത് എഴുതാൻ പറ്റുമോ ഇല്ലെന്ന്, പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ എഴുതൂ എന്നാണ് ക്വസ്റ്റ്യൻ.
So എന്നാലും നമുക്ക് as a first step we can write, if possible, let E1 equal to A alpha 1 plus B alpha 2. So ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതും. E1 ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആൽഫ 1 ആൻഡ് ആൽഫ 2 ആയിട്ട് എഴുതും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ E1 equal to A alpha 1 plus B alpha 2 എന്നുള്ളതാണ്. അതായത് 1 0 can be written as A times 2 minus 1 plus B times 1 3. From here we get two equations in A and B. That we will get 2A plus B equal to 1, minus A plus 3B equal to 0. On solving this, നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇതേ സിസ്റ്റത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 2A plus B equal to 1 minus 2A plus 6B equal to 0. So ഇനി രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ 7B equal to 1 or B equal to 1/7. Okay, B 1/7 ആണെങ്കിൽ 2A plus 1/7 equal to 1, 2A equal to 6/7 or A equal to 3/7. So E1 can be written as a linear combination of alpha 1 and alpha 2 where the scalars are 3/7, 2 minus 1 plus 1/7, 1 3. Okay, correct അല്ലേ? 3 2s are 6 plus 1 7, 7/7, 1 കിട്ടും. ഇനി minus 3 0 1 0. ഓക്കെ, സോ ഇതുപോലെ E2നെയും നിങ്ങൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു വെക്ടേഴ്സ് ആയിട്ട് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ 1. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെറ്റ് വന്നിട്ടുണ്ട്. ഷോ ദാറ്റ് S, the set S equal to set of all x, 2y, 3x, where x and y are real numbers, is a subspace of R3. R3 over R. Find two bases of S. Also find dimension of S. Okay, so ഇതൊരു 15 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു 15 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് സബ്സ്പേസ് ആണ് എന്നുള്ളത് നമ്മൾ ഡേ 1 ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താ, അതിന്റെ ഒരു ബേസിസ് കണ്ടുപിടിക്കണം അല്ലേ? സോ എസ് എന്നുള്ള സെറ്റിലെ എലിമെന്റ്സ് ഏത് ഫോമിലാണ്? x 2y 3x എന്നുള്ള ഫോമിലാണ് അല്ലേ? സോ ഇങ്ങനെയുള്ള ഏതൊരു എലമെന്റ്, എസിലെ ഏതൊരു എലമെന്റ് എടുത്താലും ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് x 2y 3x ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടെ രണ്ടിടത്ത് x ഉണ്ട്. സോ x ടൈംസ് 1 0 3 പ്ലസ് y ടൈംസ് 0 2 0 ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? ദാറ്റ് മീൻസ് എനി എലമെന്റ് of the set S can be written as a linear combination of these two vectors 1 0 3 and 0 2 0. Okay, that means S equal to span of the set 1 0 3 and 0 2 0. Okay, S എന്നുള്ള ഈ സെറ്റിന്റെ സ്പാൻ ആണ് എന്ന് നമുക്ക് പറയാം. സോ ഒരു സെറ്റ് ബേസിസ് ആണെങ്കിൽ S subset of V, S is a basis of V if ഒന്ന് V equal to span of S, രണ്ട് S is a linearly independent set. അതായത് എസിലുള്ള എലമെന്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? 1 0 3 0 2 0 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ ഇത് ഈ സെറ്റ് 1 0 3 0 2 0 is a basis of S. Okay, so നമ്മൾ ഒരു ബേസിസ് കണ്ടുപിടിച്ചു, പക്ഷെ നമുക്ക് രണ്ട് ബേസിസ് കണ്ടുപിടിക്കണം, മറ്റൊരു ബേസിസ് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ,
സോ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. സോ ബേസിസിൽ 2 എലമെന്റ്സ് ആണുള്ളത്. സോ എസിന്റെ ഡയമെൻഷൻ എത്ര? ഡയമെൻഷൻ ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ബേസിസ്. സോ എസിന്റെ ഡയമെൻഷൻ 2 ആണ്. ഓക്കെ ഓക്കെ. സോ ഈ 2 ക്വസ്റ്റ്യൻസും ആണ് ഇത്. ഇതിനകത്ത് ബാക്കി പാർട്ട്, ഈ രണ്ടാമത്തെ പാർട്ട് E2-ന് α1 α2 ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. അത് നിങ്ങൾ ചെയ്യുക. ഒരു ബേസിസ് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം, അത് നോക്കുക. ഡയമെൻഷൻ 2 ആണെന്ന് ഞാൻ പറഞ്ഞു, അത് എഴുതുക. ഓക്കെ, താങ്ക് യു.